കോഴിക്കോട് മാവൂർ ഗ്രാസിം ഫാക്ടറിയുടെ പരിസരത്ത് പുലിയെ കണ്ടതായി സംശയം. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് സ്ഥലത്ത് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കൂട് സ്ഥാപിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക്. ഇന്നലെ രാത്രി ഏകദേശം 8:45 സമയത്ത് പെരുവേൽ ഭാഗത്തുനിന്ന് എളമരത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരൻ 2 വീലറിൽ പോകുന്ന സമയത്ത് ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ട് പുലി എന്ന് തോന്നിക്കുന്ന അയാൾ തീർച്ചയായിട്ടും പുലിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെ ക്രോസ് ചെയ്ത് അപ്പുറം ഭാഗത്ത് ഗ്രാസിം മാനേജ്മെന്റിന്റെ ആളുകൾ താമസിക്കുന്ന ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. 8:25 സിനിമ കാണാൻ പോയിരുന്നു. പോണ സമയത്ത് എൻ്റെ മുന്നിൽ ഒരു ഇലക്ട്രിക് കാർ ഉണ്ടായിരുന്നു. ആ കാറ് ചെറുതായിട്ടൊന്ന് വെട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയ സമയത്ത് ഈ മതിലിൻ്റെ മുകളിൽ നിന്ന് ഒരു ജീവി പുറത്തേക്ക് ചാടി. ഞാൻ ആദ്യം കാട്ടുപൂച്ചാന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയ സമയത്ത് പുലിയാണ്. പുലി ചാടിയിട്ട് ആ മതിൽ ചാടിയിട്ട് പോയി. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. സമീർ, ഒരു ബൈക്ക് യാത്രികൻ രാത്രിയിൽ കണ്ടു എന്നാണ് പറയുന്നത്. ഒരു സംശയം, ആ സംശയം സ്ഥിരീകരിക്കത്തക എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടം വരെ ലഭിച്ചിട്ടുണ്ടോ? സുഹൈൽ, ഇന്നലെ രാത്രി സിനിമയ്ക്ക് പോകുന്ന വേളയിലാണ് പെരുവയൽ സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത് പുലിയെ കണ്ടു എന്ന് പറയുന്നത്. ശ്രീജിത്ത് അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും അതുപോലെ തന്നെ അവിടെയുള്ള ജനപ്രതിനിധികളും ആ കാര്യങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പോലീസിനെയും അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും താമരശ്ശേരിയിൽ നിന്നുള്ള RRT സംഘം ഉൾപ്പെടെ അവിടെ എത്തിക്കൊണ്ട് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിയുമോ, അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള കാടാണ് ഇപ്പോൾ ഗ്രാസിം ഫാക്ടറിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ ഉള്ളത്. അവിടെ നമുക്കറിയാം ഏറെ വർഷങ്ങളായിക്കൊണ്ട് അത് അടഞ്ഞു കിടക്കുകയാണ്. ആ ഭാഗത്തൊന്നും ജനവാസമില്ല, ആ ഭാഗത്തേക്കൊന്നും ആളുകൾ ചെല്ലുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പുല്ലുകളെല്ലാം തന്നെ വളർന്ന് വലിയ രീതിയിലുള്ള മരങ്ങളായി മാറുന്നു, വലിയ രീതിയിലുള്ള കാടായി മാറുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതും വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇപ്പോൾ RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധന പുരോഗമിക്കുകയാണ്. ഇങ്ങനെ ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ അവിടെ കൂടുവെക്കും. അങ്ങനെ പുലിയെ പിടികൂടാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുമായാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടെ പുലിയെ കണ്ടു എന്നുള്ള വാർത്ത പ്രചരിച്ചതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. സുഹൈൽ, പുലിയുണ്ടെന്ന സംശയത്തിൽ RRT സംഘം അടക്കം തെരച്ചിൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.